ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഇപ്പോൾ ഇറങ്ങിയുള്ളൂ. അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് 10 മണിക്ക് നമ്മൾ ഇറങ്ങി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് വളരെ ഗംഭീരമായ വിശേഷമാണ്. കാരണം നമ്മൾ ആദ്യത്തെ ഷോപ്പ് ഉണ്ടായിരുന്നപ്പോൾ 4 ആളുകൾ നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു മലയാളിയും പിന്നെ 3 ബംഗാളിയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ 4 ആളും നാട്ടിൽ പോയി തിരിച്ചു വന്നപ്പോൾ 4 ആൾക്കും വിശേഷമുണ്ട്. 4 ആൾക്കല്ല, അവരുടെ വൈഫിന് വിശേഷമുണ്ട്. അപ്പോൾ നമ്മളെ അതിൽ ഒരാൾ ഇന്ന് വൈഫ് പ്രസവിച്ചു. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷനായിട്ട് വന്ന് ബീഫും ബിരിയാണിയൊക്കെയാണ്. അപ്പോൾ നമ്മളിന്ന് മറ്റുള്ള മലയാളിയൊക്കെ പറഞ്ഞു ഒന്നും കൊടുക്കില്ല, 8 രൂപയ്ക്ക് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ബംഗാളികളൊക്കെ പറഞ്ഞു മലയാളികളൊക്കെ ഭയങ്കര പിഷ്കന്മാരാണ്, ഒന്നും കൊടുക്കില്ല. അപ്പോൾ ആ മലയാളി ആരാണെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ഞാൻ വീഡിയോയിൽ ഇൻഷാ അല്ലാ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ഒരു ബംഗാളി ഭാര്യ പ്രസവിച്ചു, ആൺകുട്ടിയാണ്. വളരെ സന്തോഷം. അപ്പോൾ ആൾക്ക് സങ്കടമായിരിക്കും, അപ്പോൾ പോകാനോ കാണാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ലല്ലോ. പ്രവാസികളാണ് അങ്ങനെ തന്നെയല്ലേ. പിന്നെ ഒരു മഹാവ്യക്തിൻ്റെ ലാസ്റ്റ് അത് ഇദ്ദേഹമാണ്, അവിടെ അഫ്സറുമായി. മലയാളത്തിൽ പറയാമോ? നല്ല മലയാളം അറിയും. വിശേഷം സുഖം തന്നെ എല്ലാവർക്കും. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഇദ്ദേഹമാണ്. അതിൻ്റെ ഇടയിൽ 2 ആളുണ്ട്. ഇൻഷാ അല്ലാ ഓരോരോ വീഡിയോയിൽ നമ്മൾ വരും. അപ്പോൾ എല്ലാവരും സുഖം തന്നെ ദുആ ചെയ്യണം. അപ്പോൾ നമ്മൾ ഫുഡ് ആക്കിയിട്ട് റൂമിലേക്ക് കൊണ്ട് റൂമിൽ നിന്ന് എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ റൂമിൽ സൂപ്പറാക്കി റെഡിയാക്കി നല്ല കച്ചമ്പറും നല്ല ബീഫ് ബിരിയാണിയും നമ്മൾ സേഫ് തന്നെയാണ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് വട്ടത്തിരുന്ന് അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വെച്ചിട്ടാണ്. 1-2 ആളുകൾ വരാണ്ട് ബാക്കിയുള്ള ഒരു മാനേജറായ എല്ലാവരും ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടുകൂടി ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സോജൻ ഭായി, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് പ്രസവിച്ചത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, കുട്ടിക്കും മകൾക്ക് റാഹത്തും സന്തോഷമാകട്ടെ. എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് എല്ലാവരും ഭക്ഷണം റാഹത്തോടുകൂടി കഴിച്ചു. അപ്പോൾ ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളും സങ്കടങ്ങളും അല്ലെങ്കിൽ പണിയും കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നല്ല അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ.